ഹലോ, നമ്മൾ ഇന്ന് PSCയിലെ ജനറൽ സയൻസിലെ കെമിസ്ട്രിയിൽ വരുന്ന ഹൈഡ്രജനും ഓക്സിജനും എന്ന ടോപ്പിക്കിൽ ഹൈഡ്രജൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് നല്ല ഒരു ധാരണ ലഭിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ ടോപ്പിക്കാണ് ഹൈഡ്രജൻ. ആദ്യമായി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് നോക്കാം. ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത് 1766 ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഹൈഡ്രജനെ കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ചു. അതായത് ഇൻഫ്ലേമബിൾ എയർ എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കാൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ ഒരു സ്വഭാവമാണ്. അതായത് കത്തുമ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ ആ ഒരു സ്വഭാവം ഉള്ളതിനാലാണ് അദ്ദേഹം നമ്മുടെ ഹൈഡ്രജനെ കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് 1766 ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം ഹൈഡ്രജന് നൽകിയ വിശേഷണം അല്ലെങ്കിൽ വിളിച്ചത് കത്തുന്ന വായു, ഇൻഫ്ലേമബിൾ എയർ എന്നാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് നമ്മൾ കണ്ടു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് കത്തുന്ന വായു എന്നുള്ളത്. എന്നാൽ ഹൈഡ്രജൻ എന്ന് നാമകരണം ചെയ്തത് ആരാണ്? ലവോസിയാണ്. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. ഹൈഡ്രജൻ കണ്ടെത്തിയത് നമ്മുടെ ഹെൻറി കാവൻഡിഷും ഹൈഡ്രജൻ എന്ന നാമകരണം നൽകിയത് ലവോസിയുമാണ്. ഇനി നമുക്ക് ഹൈഡ്രജന്റെ പെക്യുലാരിറ്റീസ് നോക്കാം. ഹൈഡ്രജന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ വളരെ ലഘുവാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതായിട്ടുള്ള ഒരു മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ പറയുന്നത്. അതുപോലെ ഏറ്റവും സാന്ദ്രത, ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള മൂലകം എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 അപ്പോൾ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 ഒരു മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഒരു മൂലകം എന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ, പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. അതുപോലെ അതിന്റെ സാന്നിധ്യം നമ്മുടെ പ്രപഞ്ചത്തില് വളരെ സമൃദ്ധമായിട്ട്, ഏറ്റവും കൂടുതൽ സമൃദ്ധമായിട്ടുള്ള ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ സൂര്യനിലെയും അതുപോലെ നക്ഷത്രത്തിലെയൊക്കെ പ്രധാന ഒരു ഘടകമാണ്, അല്ലെങ്കിൽ പ്രധാന ഒരു മൂലകമാണ്, ഒരു ഇന്ധനമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. PSCയിലെ പല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്ന് നമുക്ക് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ട് ചോദിക്കും. അപ്പൊ അതിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ സൂര്യനിലെയും നക്ഷത്രത്തിലെയും പ്രധാന ഘടകം അല്ലെങ്കിൽ ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മൂലകം എടുക്കണം, ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഏക ഒരു മൂലകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏകൊരു മൂലകം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ആണ്. അതുപോലെ പീരിയോഡിക് ടേബിളില്, ആവർത്തന പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ എലമെന്റ് ആണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെയാണ് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനം ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ് കേട്ടോ. നമ്മൾ സവിശേഷതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്തതാണ്, എല്ലാ ആസിഡുകളിലുമുള്ള ഒരു പൊതുഘടകമാണ് നമ്മുടെ ഹൈഡ്രജൻ. ഓക്കെ, H2SO4 എടുക്കുകയാണെങ്കിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണെങ്കിലും HNO3 എന്തെടുത്താലും അതിൽ എന്തുണ്ട്? ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ആസിഡുകളിലും പൊതുവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. പിന്നെ ഒരു ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ കണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ സവിശേഷതകൾ ഇത്രയുള്ളൂ, വളരെ കുറച്ചുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി
ആദ്യം നമുക്ക് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നോക്കാം. ഏറ്റവും കുറവ് ഐസോടോപ്പുകൾ ഉള്ളത് ആർക്കാണ്? നമുക്ക് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കുറവ് ഐസോടോപ്പുകൾ ഉള്ള ഒരു മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എത്ര ഐസോടോപ്പുകളാണുള്ളത്? 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. ഓക്കെ, നമ്മൾ ഇത് തന്നെ പഠിച്ചു വെക്കണം. ഓരോന്നിലെയും ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ പ്രോട്ടിയം എടുക്കാം. പ്രോട്ടിയത്തില് പ്രോട്ടോണിന്റെ എണ്ണം 1 എപ്പോഴും പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ പ്രോട്ടിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ഒന്നാണ്. ന്യൂട്രോണിന് ഇല്ല. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലെങ്കിൽ ഒരു പൊതു ആയിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്നത് ആണ് നമ്മുടെ പ്രോട്ടിയം എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെയാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം പ്രോട്ടോൺ ഇലക്ട്രോൺ ഒന്ന് തന്നെയാണ്. എന്താണ് വ്യത്യാസം വരുന്നത്? അതിന്റെ ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ്. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രോൺ 1. ഓക്കെ, നമ്മുടെ ഘനജലം അതായത് ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയം പ്ലസ് ഓക്സിജൻ കൂടി ചേരുമ്പോഴാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് നമ്മുടെ ഹെവി വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഘനജലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ട്രിഷ്യം. ട്രിഷ്യത്തിലും ഇലക്ട്രോണും പ്രോട്ടോണും ഒന്ന് തന്നെയാണ്. എന്താണ് വ്യത്യാസം? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം. ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് 2 ന്യൂട്രോണിന്റെ എണ്ണം വരുന്നത്. നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഒരേ ഒരു ഐസോടോപ്പാണ് നമ്മുടെ ട്രിഷ്യം എന്ന് പറയുന്നത്. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം അങ്ങനെ കിട്ടും. 0, 1, 2. ഓക്കെ, അങ്ങനെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ന്യൂട്രോൺ 1 ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡ്യൂട്ടീരിയം ആണ്. ഈ ഡ്യൂട്ടീരിയം ഓക്സിജനും കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഡ്യൂട്ടീരിയം ഓക്സൈഡ് അതായത് ഘനജലം ഹെവി വാട്ടർ ഫോം ചെയ്യുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കണം. അടുത്തതാണ് നമ്മുടെ ഹെവി വാട്ടർ ഘനജലം അഥവാ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നാണ് അതിനറിയപ്പെടുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് അല്ലെ. ഈ ഡ്യൂട്ടീരിയം ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അഥവാ ഈ ഹെവി വാട്ടർ. ഈ വാട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട മോഡറേറ്റർ ആണ് നമ്മുടെ ഈ ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ ഹെവി വാട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘനജലം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള പ്രധാന സംയുക്തങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വാട്ടർ, ജലം എന്ന് പറയുന്നത്. അതിന്റെ രാസനാമം എങ്ങനെയാണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ഇങ്ങനെ ഓർത്താൽ മതി. H2O എന്നുള്ളതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജലം ഉണ്ടാകുന്നത്. അപ്പോൾ ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ആണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ കണ്ടു ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഹെവി വാട്ടർ. മൂന്നാമത്തെയാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ്. അതുപോലെ ഈ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹൈഡ്രജന്റെ സംയുക്തമാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ നമ്മുടെ പഴയ എണ്ണ ഛായാചിത്രങ്ങളിലൊക്കെ ആ ഒരു നിറം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജന്റെ കുറച്ച് ഉപയോഗങ്ങൾ നമ്മൾ നോക്കിയാലോ. ആദ്യത്തെയാണ് വനസ്പതി നിർമ്മാണം. നമ്മുടെ സസ്യ എണ്ണകളിലോട്ട് ഹൈഡ്രജൻ കടത്തിവിടും. ആരുടെ പ്രസൻസിലാണ്? നിക്കലാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. അങ്ങനെ നമ്മൾ വനസ്പതി നിർമ്മിക്കുന്നു. അത് ഹൈഡ്രജന്റെ ഒരു ഉപയോഗമാണ്. പിന്നെയാണ് നമ്മുടെ റോക്കറ്റുകളിലൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹൈഡ്രജന് വളരെയധികം കലോറിക് മൂല്യമുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റോക്കറ്റുകളിലും സ്പേസ് ഷട്ടിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അത് ഉപയോഗിക്കാത്തത്? അതിന് വളരെ ഒരു സ്ഫോടന സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഹൈഡ്രജന് വളരെയധികം നമ്മുടെ ഇന്ധനം അല്ലെങ്കിൽ കലോറിക് മൂല്യമുള്ള ഒരു ഇന്ധനമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലോഹവും ഒരു ആസിഡും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ സിങ്ക് ഒരു മെറ്റലാണ്, പ്ലസ്
ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഒരു വാതകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ്റെ നമുക്ക് പറയാം. ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരു വഴിയും കൂടി ഉണ്ട്. അതായത് ജലവും പൊട്ടാസ്യവുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാതകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ബലൂണുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വായുവിനേക്കാളും വളരെ ഭാരം കുറഞ്ഞതാണ് നമ്മുടെ ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഒരു മൂലകമാണ് എന്ന് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബലൂണുകളിലെല്ലാം തന്നെ ഹൈഡ്രജൻ നിറയ്ക്കുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഒരു സ്ഫോടന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഹീലിയാണ് കൂടുതലായിട്ട് നിറയ്ക്കുന്നത്. ഇനി നമ്മുടെ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ്. ഹൈഡ്രജന്റെ രണ്ട് രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തോ ഹൈഡ്രജനും ഒന്ന് പാരാ ഹൈഡ്രജനുമാണ്. ഇത് കണ്ടുപിടിച്ചത് ഹൈസൻബർഗ് ആണ്. ഇതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ ഹൈഡ്രജനെ കുറിച്ചുള്ള ബേസിക്സ് വളരെ നല്ല രീതിയിൽ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ചുരുക്ക രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്സിജൻ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.